എല്ലാവർക്കും ഗപ്പി വാഗിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് നിഖിൽ. ഗപ്പി ഫാമിങ്ങിലേക്ക് കടന്നു വരുന്ന തുടക്കക്കാർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഗപ്പി ഫാമിംഗ് സീരീസിലെ 4ാമത്തെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഇതുവരെ മൊത്തം 3 വീഡിയോകൾ ഗപ്പി ഫാമിംഗ് സീരീസിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം മുതലുള്ള വീഡിയോകളിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഗപ്പി പെയറിനെ എങ്ങനെ നോക്കി സെലക്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തു. അതുകൂടാതെ ഗപ്പികളെ കൊണ്ടുവരുന്നതിന് മുന്നേ എങ്ങനെ ശരിയായ രീതിയിൽ അവർക്ക് വേണ്ടുന്ന ടാങ്ക് എങ്ങനെ റെഡിയാക്കിയിടണം, അവർക്ക് യാതൊരു കുഴപ്പവും സംഭവിക്കാത്ത രീതിയിൽ ടാങ്ക് എങ്ങനെ റെഡിയാക്കിയിടണം എന്നുള്ളത് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ചർച്ച ചെയ്തു. 2ാമത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് കൊണ്ടുവന്നിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഗപ്പി പെയറിനെ സുരക്ഷിതമായി നമ്മുടെ ടാങ്കുകളിലേക്ക് മാറ്റേണ്ടത് എന്ന് നമ്മൾ ചർച്ച ചെയ്തു. അതുകൂടാതെ അവർക്ക് ആദ്യത്തെ ഫീഡിങ് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഈ 2 വീഡിയോകൾ നമ്മൾ ആദ്യമേ ചെയ്തിട്ടുണ്ട്. 3ാമത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എങ്ങനെയാണ് ബ്രീഡിങ്ങിന് വേണ്ടി ഇവരെ കണ്ടീഷൻ ചെയ്യേണ്ടത്, എത്ര പെയറിനെയാണ് ഒന്നിച്ചിടേണ്ടത്, എത്ര സൈസുള്ള ടാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടും, എത്ര മെയിലിന് എത്ര ഫീമെയിൽ എന്നുള്ള കണക്കിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്തു. അവർക്ക് കൊടുക്കേണ്ട ഫീഡിങ്, ബ്രീഡിങ് സമയത്ത് അവർക്ക് ബ്രീഡിങ്ങിനായി നമ്മൾ ഇടുന്ന സമയത്ത് അവർക്ക് എന്തൊക്കെ തരത്തിലുള്ള ഫുഡുകൾ കൊടുക്കുന്നതാണ്, എത്ര നേരം കൊടുക്കുന്നതാണ് നല്ലത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ ഈ 3 വീഡിയോകളുടെയും ലിങ്ക് മുകളിൽ ഐ ബട്ടണിൽ നമ്മൾ കൊടുത്തിരിക്കും, താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കും. ആ വീഡിയോകൾ കണ്ടതിന് ശേഷം ഈ 4ാമത്തെ വീഡിയോ കാണുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ നല്ല കുറച്ച് കാര്യങ്ങളാണ്. അതായത് നമ്മൾ ബ്രീഡിങ്ങിനായി ഇട്ട വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എങ്ങനെയാണ് ബ്രീഡായ പ്രസവിക്കാറായ ഗപ്പികളെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്, അവരെ എങ്ങനെയാണ് ശരിയായ രീതിയിൽ ബ്രീഡിംഗ് കേജുകളിലേക്ക് മാറ്റേണ്ടത്, ഏതാണ് ഏറ്റവും നല്ല രീതി, ബ്രീഡിംഗ് കേജിൽ ഇടുന്നതാണോ അതോ ലൈവ് പ്ലാന്റ്സ് ഇട്ട് സെറ്റ് ചെയ്യുന്നതാണോ, ഏതാണ് ഏറ്റവും നല്ല രീതി, അതുപോലെ ബ്രീഡിംഗ് കേജിലേക്ക് മാറ്റേണ്ടത് എങ്ങനെയാണ്, അവർക്ക് ബ്രീഡിംഗ് കേജിൽ ഫീഡിങ് കൊടുക്കേണ്ടത് എങ്ങനെയാണ്. ഒരുപാട് പേർക്ക് സംശയം വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പോൾ ഗപ്പി പരിപാലനവുമായി ബന്ധപ്പെട്ട ക്വാളിറ്റി ആയിട്ടുള്ള വീഡിയോകൾ ലഭിക്കാനായിട്ട് നമ്മുടെ ഗപ്പി വാഗൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അത് കഴിഞ്ഞ് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഞെക്കിയതിന് ശേഷം നോട്ടിഫിക്കേഷൻ ഓൾ എന്നുള്ളത് ടിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഗപ്പി പരിപാലനവുമായി ബന്ധപ്പെട്ട വീഡിയോകൾ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും വൈകുന്നേരം 7 മണിക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ്. അപ്പോൾ മേറ്റിങ്ങിന് ഇടുന്ന വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ മേറ്റ് ആയി കഴിഞ്ഞ്, അതായത് വയറിൽ കുഞ്ഞുങ്ങളായിട്ടുള്ള ഗപ്പികളെ പ്രസവിക്കാറായ സമയത്ത് നമുക്ക് എങ്ങനെയാണ് അവരെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അവരെ മാറ്റേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ പ്രസവിക്കാറായ ഗപ്പികളെ നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഗപ്പികളുടെ വയറ് നല്ല റൗണ്ടായിട്ട് നല്ല ബോക്സി ആയിട്ട് വരുന്നത് നമുക്ക് കാണാം, നല്ല വീർത്ത് വരും. അതുകൂടാതെ നമുക്ക് അറിയാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അതിൻ്റെ വയറിൻ്റെ ഭാഗത്തൊരു കറുപ്പ് കളർ നമുക്ക് കാണാൻ പറ്റും. ഇത് ബ്ലാക്ക് ഐ വെറൈറ്റി ഗപ്പികളായതുകൊണ്ടാണ് പ്രസവിക്കാറായ സമയത്ത് വയറിൻ്റെ ഭാഗത്ത് കറുത്ത കളർ കണ്ടുവരുന്നത്. ഇനി റെഡ് ഐ വിഭാഗം ഗപ്പികളാണ്, അൽബൈനോ ഗപ്പികളാണ് എന്നുണ്ടെങ്കിൽ അവർ പ്രസവിക്കാറാവുന്ന സമയത്ത് വയറിൻ്റെ ഭാഗം നല്ല ചുവന്ന സ്പോട്ട് കാണും. ഈ ഗപ്പികളുടെ എല്ലാ വയറിൻ്റെ ഭാഗത്ത് ഒരു ബ്ലാക്ക് സ്പോട്ട്, കറുത്ത സ്പോട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരാനായിരിക്കുന്ന സമയമാണ്. അവയുടെ കണ്ണുകളാണ് നമ്മൾ ഈ കാണുന്നത്, കറുത്ത കളറിൽ കാണുന്നത്. അനേകം കുഞ്ഞുങ്ങൾ അതിൻ്റെ വയറ്റിലുണ്ട്. അപ്പോൾ അവയുടെ കണ്ണുകളാണ് നമുക്ക് ഈ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് നമുക്കവരെ പ്രസവിക്കാറായി എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നൊരു അവസ്ഥയെന്ന് പറയുന്നത്. ഇനി ഒരു 4-5 ദിവസം, മാക്സിമം ഒരാഴ്ചക്കകത്ത് ഇവരെ പ്രസവിക്കുന്ന ഗപ്പികളാണ്. അപ്പോൾ ഈ സ്റ്റേജിലുള്ള ഗപ്പികളെയാണ് നമ്മൾ ബ്രീഡിങ്ങിനായിട്ട്, നമ്മൾ പ്രസവിക്കാനായിട്ട് നമ്മൾ മാറ്റിയിടേണ്ടത്. 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്ന്, നമുക്ക് ലൈവ് പ്ലാന്റ്സ്, മാക്സിമം ലൈവ് പ്ലാന്റ്സ് ഇട്ടിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഈ വീഡിയോയിൽ നമ്മൾ ഇനി കാണാൻ പോകുന്നത് ലൈവ് പ്ലാന്റ്സ് ഇട്ടിട്ട് നമ്മൾ ബ്രീഡിങ്ങിനായിട്ട് സെറ്റ് ചെയ്തേക്കുന്ന ഒരു ടാങ്കാണ്. ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. ഇൻ കേസ് നിങ്ങൾക്ക് അധികം കുഞ്ഞുങ്ങളെ വേണം, അധികം ഗപ്പികളെ ഒന്നിച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ, ഒരു കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ഒക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഒരുപാട് ബൾക്ക് ചെയ്ത് ആളുകൾക്ക് ബൾക്കായിട്ട് ഗപ്പികളെ കൊടുക്കുക, അങ്ങനെയുള്ള ഒരു ഉദ്ദേശത്തിലൊക്കെയാണ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിലും ഒരു 5 കൂടുതലൊക്കെ ഗപ്പികളെ ഇട്ട് നമുക്ക് ഒരേ കണക്കിന് ഒരു കുഞ്ഞുങ്ങളെ പോലും നഷ്ടപ്പെടാതെ നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രീഡിംഗ് ബോക്സ് സെറ്റ് ചെയ്ത് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ലൈവ് പ്ലാന്റ്സ് സെറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാം, ഈ വീഡിയോയിൽ കാണുന്നത് പോലെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഗപ്പികളെ എങ്ങനെയാണ് ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. ആ വയറിൻ്റെ ഭാഗത്തെ ബ്ലാക്ക് സ്പോട്ട് നോക്കിയാൽ മതി, കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ ഗപ്പികളെ ഇനി നമ്മൾ ബ്രീഡിംഗ് കേജുകളിലേക്ക് മാറ്റാൻ പോവുകയാണ്. അതുകൂടാതെ തന്നെ ഈ ടാങ്കിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിലുകളെ കാണാൻ പറ്റും, ഈ ഗപ്പികളുടെ തന്നെ മെയിലിനെ കാണാൻ പറ്റും. അപ്പോൾ ഈ മെയിലിനെയൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് വേറൊരു ടാങ്കിലേക്ക് മാറ്റിയതിന് ശേഷം ഈ ടാങ്കിൽ നമ്മൾ ഈ ഫീമെയിൽ ഗപ്പികളെ, പ്രസവിക്കാറായ ഈ ഫീമെയിൽ ഗപ്പികളെ ബ്രീഡിംഗ് കേജിലേക്ക് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ബ്രീഡിംഗ് കേജിലേക്ക് മാറ്റുന്നതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ബ്രീഡിംഗ് കേജിൽ എങ്ങനെയാണ് ഇവർക്ക് ഫീഡ് ചെയ്യുന്നത്,
ഒരുപാട് പേർക്ക് സംശയമുള്ള കാര്യമാണ്. ബ്രീഡിംഗ് കേജിലേക്ക് മാറ്റി കഴിയുമ്പോൾ എങ്ങനെയാണ് ഇവർക്ക് ഫീഡ് കിട്ടുന്നത്? അവർ ഫീഡ് കിട്ടാതെ ചത്തു പോകത്തില്ലേ? നമ്മൾ കൊടുക്കുന്ന ഫീഡൊക്കെ ബ്രീഡിംഗ് കേജിൻ്റെ അകത്തൂടെ അങ്ങ് ടാങ്കിൻ്റെ താഴെ പോകത്തില്ലേ? ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഒരുപാട് പേർക്കുണ്ടെന്നറിയാം. അപ്പോൾ നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഈ ഗപ്പികളെ ബ്രീഡിംഗ് കേജിലേക്ക് മാറ്റാൻ പോവുകയാണ്. ബ്രീഡിംഗ് കേജിലേക്ക് മാറ്റിയതിന് ശേഷം അവർക്ക് എങ്ങനെയാണ് ഫീഡ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നു. അപ്പോൾ അതെങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ ഫീമെയിലിനെ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്, പ്രസവിക്കാർ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ടാങ്കിൽ കിടക്കുന്ന മെയിലിനെ എല്ലാം നമ്മൾ മാറ്റാൻ പോവുകയാണ്. അപ്പോൾ മെയിൽ ഫീമെയിലിൻ്റെ കൂടെ നമ്മൾ ബ്രീഡിംഗ് കേജിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നടക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീമെയിൽ പ്രസവിക്കാറാവുമ്പോൾ അവർക്ക് മാക്സിമം സ്ട്രെസ്സ് നമ്മൾ ഒഴിവാക്കി കൊടുക്കണം. അപ്പോൾ മെയിൽ അതിൻ്റെ കൂടെ കിടന്നു കഴിഞ്ഞാൽ അവർ ഫീമെയിലിനെ ചേസ് ചെയ്ത് മാക്സിമം അവർക്ക് സ്ട്രെസ് ആവുന്നൊരു അവസ്ഥയായി പോകും. അപ്പോൾ അതിന് ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് മെയിലിനെ നമ്മൾ റിമൂവ് ചെയ്യുകയാണ്. മെയിലിനെ വേറൊരു ടാങ്കിലേക്ക് നമ്മൾ മാറ്റി കഴിഞ്ഞാൽ ഫീമെയിലിന് സ്ട്രെസ് ഒന്നും ഇല്ലാതെ തന്നെ, ഇപ്പോൾ നമ്മളൊരു 5 ഫീമെയിലിനെ നമ്മൾ ഒന്നിച്ചിടുന്നുണ്ട്, അവർക്ക് സ്ട്രെസ് ഒന്നും ഇല്ലാതെ തന്നെ അവർക്ക് കുഞ്ഞുങ്ങളെ പ്രസവിക്കാനായിട്ട് കഴിയും. അപ്പോൾ നമ്മളിനി ചെയ്യേണ്ടത് ഈ മെയിലിനെ നമ്മൾ നേരത്തെ വെള്ളം കണ്ടീഷൻ ചെയ്തിട്ടിരിക്കുന്ന ഒരു ടാങ്കിലേക്ക് മാറ്റുക. അപ്പോൾ ഒരിക്കലും പുതിയ വെള്ളം നിറച്ചിട്ട് അതിനകത്തേക്ക് ഒരിക്കലും മെയിലിനെ ഉടനെ മാറ്റരുത്. നേരത്തെ കണ്ടീഷൻ ചെയ്തിട്ടിരിക്കുന്ന ഒരു വെള്ളത്തിലേക്ക് തന്നെ മെയിലിനെ നമ്മൾ മാറ്റാൻ പോവുകയാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ടാങ്ക് നിങ്ങൾ കാണുന്നത് നമ്മൾ നേരത്തെ കണ്ടീഷൻ ചെയ്തിട്ടിരിക്കുന്ന ഒരേ ടെമ്പറേച്ചറിലും ഒരേ pH ലും കിടക്കുന്ന വെള്ളമാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിനകത്ത് ഇവരെ മുക്കിയിടേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് നമ്മൾ കൊടുക്കാം, ഡയറക്റ്റായിട്ട് നമുക്ക് തുറന്നു വിടാം. അപ്പോൾ ഈ ടാങ്കിലേക്ക് നമ്മൾ ഇനി മെയിലിനെ മാറ്റി കഴിഞ്ഞു. ഇനി നമുക്ക് ഫീമെയിലിനെ ഒരു ബ്രീഡിംഗ് കേജിലേക്ക് എങ്ങനെയാണ് മാറ്റേണ്ടത് നോക്കാം. അവർക്ക് ബ്രീഡിംഗ് കേജിൽ ശരിയായിട്ട് എങ്ങനെയാണ് ഫീഡിങ് കൊടുക്കേണ്ടത് നോക്കാം. അവർക്ക് ഫീഡ് ഒന്നും നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിൽ നമുക്ക് ബ്രീഡിംഗ് കേജിൽ തന്നെ ഫീഡ് ചെയ്യാൻ പറ്റും. ഒരുപാട് പേർക്ക് സംശയമുള്ള കാര്യമാണ്. അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്കിനി നോക്കാം. അപ്പോൾ ഈ കാണുന്ന ബ്രീഡിംഗ് കേജിലേക്കാണ് നമ്മളിനി ഫീമെയിലിനെ മാറ്റാൻ പോകുന്നത്. നമുക്ക് ബ്രീഡിംഗ് കേജ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കണം? ഇത് നമുക്ക് ഫാബ്രിക് മെറ്റീരിയൽ കൊണ്ടുള്ള ഒരു ബ്രീഡിംഗ് കേജാണ്. അതല്ല പേഴ്സ് മാറ്റ് കൊണ്ടുള്ള ബ്രീഡിംഗ് കേജ് നമ്മളിതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത് ലിങ്കൊക്കെ നമ്മൾ മുകളിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മുകളിൽ ഐ ബട്ടണിലും കൊടുത്തിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളൊന്ന് കയറി നോക്കുക എങ്ങനെയാണ് നമുക്ക് തന്നെ വീട്ടിൽ ബ്രീഡിംഗ് കേജ് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ളത്. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ഫീമെയിലിനെ ഈ ബ്രീഡിംഗ് കേജിലേക്ക് നമ്മൾ മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ബ്രീഡിംഗ് കേജ് നമ്മൾ ടാങ്കിലേക്ക് ഇട്ടതിന് ശേഷം നമ്മളിനി ഫീമെയിലിനെ ഈ ബ്രീഡിംഗ് കേജിലേക്ക് നമ്മൾ മാറ്റിയിടാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് നമ്മുടെ ഫീമെയിലിനെ നമ്മുടെ ബ്രീഡിംഗ് ബോക്സിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഈ ബ്രീഡിംഗ് ബോക്സിലായുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടും. കുഞ്ഞുങ്ങളെല്ലാം പ്രസവിക്കുന്ന സമയത്ത് ഈ കണികൾക്കിടയിൽ കൂടെ നമ്മുടെ ടാങ്കിലേക്ക് തന്നെ പോകുമ്പോഴും അവർക്ക് തള്ളയ്ക്ക് അതിനെ തള്ള മത്സ്യങ്ങൾക്ക് പേരൻ്റ് സ്റ്റോക്കിനവർക്ക് കുഞ്ഞുങ്ങളെ കഴിക്കാനൊന്നും സാധിക്കത്തില്ല. അപ്പോൾ ഏറ്റവും നല്ലൊരു മെത്തേഡ് ബ്രീഡിംഗ് ബോക്സാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. അതല്ല നമുക്ക് ലൈഫ് പ്ലാൻസ് ഇട്ടിട്ട് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. അപ്പോൾ നമുക്ക് നല്ലൊരു പ്രൊഡക്ഷൻ ലെവൽ നമുക്ക് എപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് നമ്മൾ ബ്രീഡിംഗ് ബോക്സിൽ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ബ്രീഡിംഗ് ബോക്സിൽ ഇട്ട ഗപ്പികൾക്ക് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടാങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു സംശയം വരും, എങ്ങനെയാണ് ഇവർക്ക് ഫീഡ് കഴിക്കേണ്ടതെന്നുള്ളത്. ഈ ബ്രീഡിംഗ് ബോക്സിൽ എങ്ങനെയാണ് ഇവർക്ക് ഫീഡ് കിട്ടുക എന്നുള്ളത്. നമ്മൾ പെല്ലറ്റ് ഫീഡുകളൊക്കെ ഇതിനകത്ത് ഇടുക, അല്ലെങ്കിൽ ഫ്രോസൺ ആർട്ടീമിയ, അല്ലെങ്കിൽ അതുമാതിരിയുള്ള ഫീഡുകൾ നമ്മൾ ആർട്ടീമിയ ഫ്ലേക്സ് അങ്ങനെയൊക്കെ ഉള്ളത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബ്രീഡിംഗ് ബോക്സിനകത്തൂടെ അല്ലെങ്കിൽ താഴെ പോരും അവർക്ക് ഫീമെയിലുകൾക്ക് ഈ നമ്മൾ കൊടുക്കുന്ന ഫീഡ് കറക്റ്റായിട്ട് കഴിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇതിനൊരു പരിഹാരം നമ്മൾ കണ്ടുപിടിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. ഇതിനായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ചെറിയ തരത്തിലുള്ള വളരെ ചെറിയ അളവിലുള്ള ഫീഡിംഗ് ബോക്സ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് അത് നമ്മൾ ഈ ബ്രീഡിംഗ് ബോക്സിനകത്ത് വെച്ച് കൊടുക്കുകയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാർഗം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഈ ആ ഫീഡ് കിട്ടാത്തൊരു പ്രോബ്ലം ഉണ്ടാകത്തില്ല. ശരിയായിട്ട് നമ്മുടെ ഗപ്പികൾക്ക് ഫീഡ് കിട്ടും. അവർക്ക് ഈ ബ്രീഡിംഗ് ബോക്സിൽ കിടക്കുന്ന സമയം കറക്റ്റായിട്ട് ഫീഡ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പോലും അവർ ഭയങ്കര അഗ്രസീവ് ആവും. കുഞ്ഞുങ്ങളുടെ താഴേക്ക് ഈ നെറ്റിനടിയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ചിലപ്പോൾ അവർ പിടിച്ച് കഴിച്ചു കളയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി എടുക്കാനായിട്ട് നല്ലൊരു ഫീഡിംഗ് ബോക്സ് നമ്മളതിനായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫീഡിംഗ് കേജിൽ നമുക്ക് ഫിഷിന് ഫീഡ് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ഫീഡിംഗ് ബോക്സ് ആണ് നമ്മളിപ്പോൾ തയ്യാറാക്കുന്നത്. ഈ ഫീഡിംഗ് ബോക്സ് തയ്യാറാക്കാനായിട്ട് നമ്മൾ ചെറിയൊരു പ്ലാസ്റ്റിക് ഡബ്ബ, കനം കുറഞ്ഞ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഡബ്ബയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മുറിക്കാനൊക്കെ എളുപ്പമായിരിക്കും. ഈ ഡബ്ബ നമ്മളിനി ചെയ്തെടുക്കേണ്ടത് ഈ കാണുന്ന ഭാഗത്ത് ഇത്രയും ഭാഗങ്ങളിൽ ഇങ്ങനെ നീളത്തിൽ നമ്മൾ ചെറിയ പൊഴികൾ ഉണ്ടാക്കിയെടുക്കുക, ഹോളുകൾ ഉണ്ടാക്കിയെടുക്കുക. ഇത്രയും വലിപ്പത്തിലൊരു 3 പൊഴികൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ആ പൊഴികൾക്കകത്തൂടെ ഗപ്പികൾ അകത്ത് വന്നിട്ട് നമ്മൾ അകത്തിരുന്ന ഫീഡ് കഴിച്ചിട്ട് അത് വെളിയിൽ പൊക്കോളതാകുമ്പം ഗപ്പികൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഫീഡ് കിട്ടാതെ വരുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇതെങ്ങനെ വേണം എന്നുള്ളത്, എന്ത് അളവിൽ ഈ പൊഴികളുടെ സൈസ് വേണം എന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം.
ഈ കട്ട് ചെയ്തേക്കുന്ന ഈ ഭാഗം വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാമല്ലോ, ഈ മാർക്ക് ചെയ്തേക്കുന്ന ഇത്രയും ഭാഗം ഈ അളവിൽ വേണം നമ്മൾ ഹോളുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇതുമാതിരി ഒരു 3 ഹോള് നമ്മൾ പല ഭാഗങ്ങളിലായിട്ട്, ഈ ഭാഗത്ത് നമ്മളിപ്പോൾ ഇത്രയും ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. അതുപോലെ ഇതിൻ്റെ ഒരു 3 ഭാഗത്തായിട്ട്, ഏകദേശം 3 ഭാഗത്തായിട്ട് ഇത്രയും വലിയ പൊഴികൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തെടുത്തേക്കുന്ന ഫീഡിംഗ് ബോക്സാണ് ഈ വീഡിയോയിൽ കാണുന്നത്. ഈ ഒരു പ്ലാസ്റ്റിക് ഡബ്ബയുടെ ഒരു 3 ഭാഗത്ത് നമ്മൾ ഇതുമാതിരി മീനിൻ്റെ ഗപ്പികൾക്ക് ഇറങ്ങിപ്പോയി ഭക്ഷണം കഴിക്കാൻ ആവശ്യമായിട്ടുള്ള തരത്തിലുള്ള ഹോളുകൾ ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇനി ഇവർക്ക് ബ്രീഡിംഗ് കേജ്, ഫീമെയിലിനെ ഇട്ട ബ്രീഡിംഗ് കേജിലേക്ക് നമ്മൾ വെച്ചു കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫീഡിംഗ് ബോക്സ് വെള്ളത്തിൽ കിടക്കുന്നത് കാണാം. അപ്പോൾ ഈ ഗപ്പികൾക്ക് നമ്മൾ ഇതിനകത്ത് ഫീഡ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഹോളുകളിലൂടെ, ഈ ഇതിൽ കാണുന്ന ഹോളുകളിലൂടെ ഇവർക്ക് അതിനകത്ത് കയറിയിട്ട് ഭക്ഷണം കഴിക്കാൻ സാധിക്കും. അതിനടിയിൽ നമ്മൾ നല്ല സ്പേസ് ഉണ്ടായതുകൊണ്ട് തന്നെ പെല്ലറ്റൊന്നും വെളിയിലേക്ക് പോകത്തില്ല, ഈ ബ്രീഡിംഗ് കേജിൻ്റെ വെളിയിലേക്ക് പോകത്തില്ല. അപ്പോൾ ഗപ്പികൾക്ക് കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്ത് പെല്ലറ്റ് ഇട്ട് നമ്മൾ കാണിച്ചു തരാം എങ്ങനെയാണ് പെല്ലറ്റ് അതിൽ കിടക്കുന്നത് നഷ്ടപ്പെട്ടു പോകാതെ എങ്ങനെയാണ് നമുക്ക് ഗപ്പികൾക്ക് കഴിക്കാനായിട്ട് സാധിക്കുന്നത് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെല്ലറ്റ് ഇടുമ്പോൾ അങ്ങ് താഴെ പോകും. അപ്പോൾ ഗപ്പികൾക്ക് ഒരിക്കലും ഫുഡായിട്ട് കിട്ടത്തില്ല. പിന്നെ നമ്മൾ ഈ ഫീഡിംഗ് ബോക്സിലേക്ക് നമ്മൾ പെല്ലറ്റ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഫ്ലോട്ട് ചെയ്യുന്ന പെല്ലറ്റ് അല്ലെങ്കിൽ സെമി സിങ്കിങ് പെല്ലറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പെല്ലറ്റ് അങ്ങ് താഴേക്ക് പോകുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഈ ഗപ്പികൾ ഇനി അവർക്ക് പെല്ലറ്റ് ആവശ്യമായിട്ട് വരുന്ന സമയത്ത്, ഇപ്പോൾ രാവിലെ നമ്മൾ ഫീഡിങ് കഴിഞ്ഞൊരു സമയത്താണ് വീഡിയോ എടുക്കുന്നത്, അപ്പോൾ ഇനി ഇവർക്ക് പെല്ലറ്റ് ആവശ്യമായിട്ട് വരുന്നൊരു സമയത്ത് ഇവർ ഇതിനകത്തേക്ക് കയറുകയും അവർ ആ പെല്ലറ്റ് അതിനകത്ത് പോയി കഴിയുകയും ചെയ്തോളും. അപ്പോൾ പെല്ലറ്റ് ഒരിക്കലും താഴെ പോയിട്ട് നഷ്ടപ്പെടത്തില്ല. അപ്പോൾ ഈ ഒരു തരത്തിൽ ഗപ്പികൾക്ക് ഫീഡിങ് കൊടുക്കുന്ന, ബ്രീഡിംഗ് കേജിലാക്കി പ്രസവിക്കാറായ ഗപ്പികളെ ബ്രീഡിംഗ് കേജിലാക്കിയതിന് ശേഷം അവർക്ക് പെല്ലറ്റ് കൊടുക്കുന്ന വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി അനേകം കാര്യങ്ങൾ നമ്മൾ ഗപ്പികളുടെ പരിപാലനവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനുണ്ട്. ഈ കുഞ്ഞുങ്ങൾ പ്രസവിച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ എങ്ങനെ കെയർ ചെയ്യണം, അവർക്ക് ആദ്യമായിട്ട് കൊടുക്കേണ്ട ഫീഡിങ് എങ്ങനെയാണ്, എത്ര ദിവസം വരെ ഫീഡിങ് കൊടുക്കാം, ആദ്യമായിട്ട് വാട്ടർ ചേഞ്ച് കൊടുക്കേണ്ടത് എങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക്, അങ്ങനെയുള്ള അനേകം കാര്യങ്ങൾ നമ്മൾ ഇനി ചർച്ച ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോകൾ ഈ സീരീസിൽ, ഗപ്പി ഫാമിംഗ് സീരീസിൽ ഇനി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഞെക്കിയതിന് ശേഷം നോട്ടിഫിക്കേഷൻസ് ഓൾ എന്നുള്ളത് ടിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ എല്ലാ ചൊവ്വയും വെള്ളിയും വൈകുന്നേരം 7 മണിക്ക് ക്വാളിറ്റി ആയിട്ടുള്ള ഗപ്പി പരിപാലനവുമായി ബന്ധപ്പെട്ട വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.